ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 1/2 ഗ്ലാസ് പാലും 3/4 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് 2 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അരക്കപ്പ് പാലാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ 1/4 കപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി വഴറ്റിയതിന് ശേഷം ഒരു സവാളയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഞാൻ 15 മിനിറ്റ് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഈ മാവ് ഒന്നും കൂടി കുഴച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളുത്ത വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാതെ ബേക്ക് ചെയ്തിട്ടും കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതുപോലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇത് നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.